ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുക്ക് ചെയ്തതെന്നുള്ളത് കുക്ക് ചെയ്താലേ അറിയത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇഷ്ടമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പം ഒന്ന് അവെയറായി നിൽക്കണം എന്നുള്ളൂ. ഞാനല്ല ഉണ്ടാക്കുന്നത്, അത് കണ്ടുണ്ടാക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചുണ്ടാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ എടുക്കുന്ന 2 തക്കാളി, 1 വലിയുള്ളി, 3 ഉരുളൻ കിഴങ്ങുകൾ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി 2 ഇത്, അതുപോലെ തന്നെ ചെറിയൊരു കണ്ടം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്നിപ്പോൾ എടുക്കുന്നത്. ഇതൊക്കെ നമുക്കൊന്നൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാം. ഓക്കെ, പിന്നെ നമ്മളിതാ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടെ ചെയ്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞിരിക്കുകയാണ്. കാരണം അതിൻ്റെ നീരും കാര്യമൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക. അപ്പം നമുക്കിനി ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ നോക്കാം. കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്ത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചു. ഇനി അത് നമ്മൾ ലൈറ്റ് വെച്ച് നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കത് പിടിപ്പിക്കാം. നമ്മളത് പിടിപ്പിച്ചു. ഇനി നമുക്കിതിൽ വെള്ളം വറ്റിയിട്ട് നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അതിൽ എണ്ണയൊക്കെ വറ്റിയിട്ട് അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് എണ്ണ ഒന്ന് കുറച്ച് നേരം ചൂടാകാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താക്കണം, ഗ്യാസ് ഒന്ന് സിമ്മിലാക്കിയിടണം. നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിയിട്ടു അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ കുറേശ്ശെ ചൂടായി വരുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന വലിയ ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ ഉള്ളി മാത്രം ഇട്ട് കൊടുത്താൽ നമുക്കൊന്ന് വാടി വരുന്ന വരെ നിൽക്കാം. ഒരു കയ്യിലെന്തെങ്കിലും എടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മുടെ ഒരു അരിഞ്ഞു വെച്ചേക്കുന്ന ചെറുതാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. രണ്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി ഒന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാനായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഒന്ന് ഇറക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നാവും, കാരണം അടി പിടിക്കാതിരിക്കാൻ. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒന്ന് വേവായി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് കൊടുക്കുക. ഉടച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തക്കാളി കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നല്ലോണം ഇളക്കി കൊടുക്കുക. കൈനോടത്തോളം ഉടച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ്. ഓക്കെ, അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി പരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് മസാല ഐറ്റംസ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ സ്പൂണാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനൊരു 3/4 ടീസ്പൂൺ ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3/4 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇത്രയും ആയതിനു ശേഷം നമ്മുടെ പൊടിയുപ്പ് നമ്മൾ ഇതിലേക്ക് ലേശം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പാകത്തിന് ഇളക്കി നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി ചേർക്കുന്നത്. കുറച്ച് പൊടിപ്പ് ചേർത്ത് അത് ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടും ഇത് കുറച്ചുകൂടി ഇളക്കി കൊടുക്കുക. പിന്നെ മസാലയൊക്കെ നല്ലോണം മിക്സ് ആവട്ടെ. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി ഉടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ, കുറച്ചുകൂടി ഉടയാനുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വെക്കാം. പിന്നെ ഉപ്പൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വലുത് നമുക്കൊന്ന് കൂൾ ഡൗണിന് വെക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കി പരിപാടിയുള്ളത്. ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് തരിക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രസകരമായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.